നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ലഗ്നക്കാര് ഈ പറയുന്ന ഉപാസനമൂർത്തിയെ നിത്യം ഉപാസിച്ചാല് അവരുടെ ജീവിതത്തിൽ വച്ചൊരു ഉയർച്ച ഉണ്ടാവും. എല്ലാവിധ സൗഭാഗ്യങ്ങളും ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇത് അനുഭവമുള്ള കാര്യമാണ്. ഇത് നിങ്ങൾക്ക് പരീക്ഷിച്ച് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഏത് ലഗ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടവ ലഗ്നം. ഇടവ ലഗ്നത്തിന്റെ 5ാം ഭാവം എന്ന് പറഞ്ഞാൽ കന്നിരാശിയാണ്. അപ്പോൾ ഈ ഇടവ ലഗ്നം എങ്ങനെ കണ്ടെത്തുന്ന പറഞ്ഞാൽ നമ്മുടെ ജാതകം എടുക്കുക. ഈ കാണുന്ന ഒരു ചിത്രമുണ്ടല്ലോ, ആ ജാതകത്തിൽ ലാ എന്ന് ഏർപ്പെടുത്തിയിരിക്കും. ലാ എന്ന് എഴുതി ഉണ്ടാകും. അതായിരിക്കും 1ാം ഭാവം. ആ ഭാവം തൊട്ട് നമ്മൾ എണ്ണി വരണം. 1, 2, 3, 4, 5 അങ്ങനെ വരുമ്പോൾ ചിങ്ങം കഴിഞ്ഞിട്ടുള്ള അടുത്ത രാശിയായ കന്നിയായിരിക്കും 5ാം ഭാവം. അപ്പം ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മേട ലഗ്നത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പം മേട ലഗ്നക്കാർക്ക് ചിങ്ങമായിരിക്കും 5ാം ഭാവം. അപ്പോൾ ഇടവ ലഗ്നക്കാർക്ക് കന്നിയായിരിക്കും 5ാം ഭാവം. അപ്പോൾ കന്നിയിൽ വരുന്ന ഉപാസനമൂർത്തി എന്ന് പറഞ്ഞാൽ ബുധനാണ്. ബുധഗ്രഹത്തെ നിങ്ങൾ നിത്യവും ഭജിക്കണം. ഈ ബുധഗ്രഹവുമായി ബന്ധപ്പെട്ട് ആരാധിക്കുന്ന ഈശ്വരൻ എന്ന് പറഞ്ഞാൽ, ദൈവം എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണനെ ഭജിക്കാം, ശ്രീരാമനെ ഭജിക്കാം. അങ്ങനെ അവതാരങ്ങളെ ഭജിക്കാം. നിങ്ങൾ ശ്രീകൃഷ്ണ ഭജനം നടത്തുകയാണെങ്കിൽ അത്യുത്തമമായിരിക്കും. കന്നിയിൽ അവിടെ ബുധൻ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ശ്രീകൃഷ്ണ ഭാവനയും ഗ്രഹത്തെയും നിത്യം ഭജിക്കുക. ഉറപ്പായി നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിസ്സംശയം പറയാം. കാരണം കന്നി എന്ന് പറയുന്നത് ബുധന്റെ മൂലക്ഷേത്രം, സ്വക്ഷേത്രം, ഉച്ചക്ഷേത്രം എല്ലാം കൊണ്ട് ശക്തിയായ ഒരു ഭാവമാണ് കന്നിഭാവം. അവിടെ ബുധൻ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫലം നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങളുടെ ജാതകം പരിശോധിച്ചാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ജാതകത്തിൽ ഭൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഭൂ ഈ പറയുന്ന കന്നി 5ാം ഭാവത്തിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാനെയോ വിഷ്ണു ഭഗവാനെയോ ഈ വിഷ്ണുവിൻ്റെ അവതാരത്തെ ഏത് മൂർത്തിയെ ആരാധിച്ചാലും കൂടുതലും ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുക, ഗുരുവായൂരപ്പനെ ആരാധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വച്ചൊരു ഉയർച്ച ഉണ്ടാകും. അപ്പോൾ ഈ പറയുന്ന ശ്ലോകം, അതായത് ബുധന്റെ ഈ പറയുന്ന ശ്ലോകം നിത്യം ജപിക്കണം. പ്രിയാങ്കുകലികശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേതം തം ബുധം പ്രണമ്യാമ്യഹം. ഈ ബുധസ്തോത്രം നിത്യം ജപിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം. പ്രിയാങ്കുകലികശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേതം തം ബുധം പ്രണമ്യാമ്യഹം. ഇത് എത്ര ഒരു 18 പ്രാവശ്യവും 27 പ്രാവശ്യവും അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തവണ 108 തവണ എത്ര പേർക്കും ജപിക്കാം. ഇതാദ്യമേ ജപിക്കുക. അതിനുശേഷം ശ്രീകൃഷ്ണന്റെ അഷ്ടകം ഉണ്ടാവും. ബാലമുകുന്ദാഷ്ടകം, അച്യുതാഷ്ടകം, അത് ജപിക്കുക. കരാരവിന്ദേന പാരാരവിന്ദം മുഖാരവിന്ദേ വിരിവേശയന്തം എന്ന് തുടങ്ങുന്ന ബാലമുകുന്ദാഷ്ടകം ജപിക്കുക. അത്യുത്തമമാണ്. പാപനാശത്തിന് ഏറ്റവും ഫലവത്താണ്. ഐശ്വര്യം, വിദ്യ, കീർത്തി, മുക്തി എന്നിവയ്ക്ക് ഏറ്റവും അത്യുത്യമാണ് ഈ ബാലമുകുന്ദാഷ്ടകം. അതുപോലെ തന്നെ അച്യുതാഷ്ടകവും പ്രധാനമാണ്. അച്യുത അച്യുത ഹരേ പരമാത്മ എന്ന് തുടങ്ങുന്ന അച്യുതാഷ്ടകം ഭയം, ജന്മദുഃഖം ഇവയൊക്കെ ഏറ്റവും ഫലപ്രദമാണ്. ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് വേഗം ലഭിക്കാൻ ഇത് ഏറ്റവും ഫലവത്തായ ഒന്നാണ് ഇത്, ഈ അച്യുതാഷ്ടകം. അതുപോലെ തന്നെ മരതകമാണ് ഈ ഇടവ ലഗ്നക്കാർ ധരിക്കേണ്ടത്. അത് നിങ്ങളുടെ ജാതകം എടുത്ത് നല്ലൊരു അസ്ട്രോളജി കൊണ്ട് കാണിച്ചിട്ട് ഇത് മരതകം ധരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അനുയോജ്യമാണോ നോക്കണം. നോക്കി മാത്രമേ ശേഷം ധരിക്കാവുള്ളൂ. ചിലർക്ക് പറ്റില്ല, കാരണം അത് റിയാക്ഷനൊക്കെ ചെയ്യുന്നു. അത് നല്ലോണം പരിശോധിച്ച ശേഷം മാത്രമേ, ജാതകം പരിശോധിച്ച ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ മഹാരാജ ഗോപാല യന്ത്രമാണ് നമ്മൾ ധരിക്കേണ്ടത് ഇടവ ലഗ്നക്കാർ. പിന്നെ വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കണം. അത് നിങ്ങൾ പരമാവധി വ്യാഴാഴ്ച ദിവസം ജപിക്കുക. പോരാത്തതിന് നിങ്ങൾ വ്യാഴാഴ്ച ദിവസം വ്യാഴഹോര സമയത്ത് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് മഞ്ഞപ്പൂ കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുക, വിഷ്ണു ഭാഗ്യസൂക്തി പുഷ്പാഞ്ജലി നടത്തുക, തുളസിമാല അർപ്പിക്കുക, പാൽപ്പായസം സമർപ്പിക്കുക. ബുധനാഴ്ച ഇതുപോലെ തന്നെ ചെയ്യുക. ബുധഹോരയിൽ പോയി ചെയ്യുക.
ബുധഹോരയിലാണ് ചെയ്യേണ്ടത്. ശ്രീകൃഷ്ണന്റെ ക്ഷേത്രത്തിൽ പോയി ബുധഹോരയിൽ കണക്കാക്കുന്ന പറഞ്ഞാൽ സൂര്യോദയം തൊട്ട് 1 മണിക്കൂറാണ്. അതായത് ബുധനാഴ്ച 6 മണിക്കാണ് സൂര്യോദയമെങ്കിൽ 6 മണി തൊട്ട് 7 മണി വരെയായിരിക്കും ബുധഹോര. ആ ബുധഹോരയിൽ പോയി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപ്പായസം കഴിപ്പിക്കുക. ശ്രീകൃഷ്ണന് ഏറ്റവും കൂടുതൽ ഇഷ്ടം വെണ്ണയാണ്, കദളിപ്പഴമാണ്. അത് സമർപ്പിക്കുക. പിന്നെ നെയ്വിളക്ക് കത്തിക്കുക. പറഞ്ഞ ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലി, ഭഗവാന് തുളസിമാല അർപ്പിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുക. അതുകൂടാതെ ഈ പറയുന്ന ഒരു ശ്രീമന്ത്രം കൂടെ നിത്യവും ജപിക്കണം. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയം കര ഗോവിന്ദം പരമാനന്ദം സർവം മേ വശമാനയ. ഈ മന്ത്രവും കൂടെ നിത്യം ജപിക്കുക. ഇത്രയൊക്കെ നിങ്ങൾ ചെയ്തു പോന്നാൽ, ജീവിതത്തിൽ തുടർച്ചയായി നിങ്ങൾ ചെയ്തു പോന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വച്ചടി ഉയർച്ച ഉണ്ടാകും. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്താൽ, ബുധ അനുഗ്രഹത്തിൻ്റെ അനുഗ്രഹത്താൽ. അപ്പോൾ ബുധനെ ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ ബുധനെ ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രീകൃഷ്ണ ഭജനമാണ് ഏറ്റവും അത്യുത്തമം. ഈ പറയുന്ന കാര്യങ്ങൾ ഭക്തിപൂർവം കളങ്കരഹിതമായി ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുക. നിങ്ങൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകും. ഇത് തർക്കമറ്റ കാര്യമാണ്, നിസ്സംശയം പറയാം. ഭക്തിപൂർവ്വം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.